ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം പഴംപൊരിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കെന്തായാലും എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പഴംപൊരി മുക്കി പൊരിക്കാനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാമേ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമ്മളിത് 1/2 കപ്പ് മൈദയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കുന്ന അത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1.5 സ്പൂൺ തന്നെ നമ്മുടെ പഞ്ചസാര അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് സെറ്റായിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. ആ മാവൊക്കെ ഒന്ന് നന്നായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ അങ്ങ് എടുത്തിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം ഒരുപാട് അങ്ങ് പഴുത്ത് പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് പച്ചയാവാനും പാടില്ല. അപ്പോൾ ആ ഒരു മീഡിയം രീതിയിൽ നിൽക്കുന്ന പഴമായിരിക്കണം നമ്മൾ പഴംപൊരിക്കായിട്ട് എടുക്കേണ്ടത് കേട്ടോ, എങ്കിലാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 ഒരു പഴം എടുത്തിരിക്കുന്നത്, കനം കുറച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതാക്കിയൊക്കെ എടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇത് മുഴുവനായിട്ടും ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ പഴവും നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ബാറ്ററൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പഴം എടുത്ത് അതിലേക്ക് മുക്കുക, ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴമൊക്കെ വല്ലാണ്ട് അങ്ങ് പഴുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും. പിള്ളേർക്കൊന്നും തന്നെയല്ല, നമുക്കാണെങ്കിലും കുറച്ച് മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പഴംപൊരിയൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് മൈദ എടുക്കുന്നതിന് പകരം ഗോതമ്പ് പൊടി എടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാവേ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയപ്പോഴേ മൈദയ്ക്ക് പകരം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ കടകളിലൊക്കെ അധികവും മൈദയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും പഴംപൊരി ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ അറിയാൻ, എല്ലാവർക്കും അറിയാമല്ലോ നല്ല അടിപൊളിയായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.